ലക്ഷണവും കാണുന്നില്ല. ഓരോ ദിവസവും പുതിയ പുതിയ ഓരോ പ്രശ്നങ്ങളുമായിട്ട് ഹണി റോസ് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പാലക്കാട് ഒരു ഇനാഗുറേഷന് ഹണി റോസ് പോയിരുന്നല്ലോ, ബോച്ചയുമായിട്ടുള്ള പ്രശ്നത്തിന് ശേഷം. അപ്പോൾ ഹണി റോസിനെ കാണാൻ അവിടെ ജനക്കൂട്ടമോ ജനത്തിരക്കോ ഒന്നും ഉണ്ടായില്ല. പകരം കുറെ കുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ജനത്തിരക്കിന് പകരം ഒരു കോളേജിലെ കുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് ക്യാഷ് കൊടുത്താണ് ഈ കുട്ടികളെ ഇറക്കിയത് എന്ന് പറഞ്ഞിട്ട് കുറെ പ്രശ്നങ്ങളും മറ്റും അങ്ങനെയൊക്കെ കുറെ നടന്നിട്ടുണ്ടായിരുന്നു. ഹണി റോസ് എവിടെ ഉദ്ഘാടനത്തിന് പോയാലും അവിടെ ഭയങ്കര തിക്കും തിരക്കും ജനസാഗരവും ആയിരിക്കും. ഏതാണ്ടോ പെണ്ണുങ്ങൾക്കൊന്നും ഇല്ലാത്ത ഏതാണ്ട് സാധനം അധികം ഉണ്ട് എന്നുള്ളൊരു തോന്നലിലാണ് ഇത്രയധികം ജനങ്ങൾ തിങ്ങി ഞെരുങ്ങി വന്ന് അവരെ കാണാൻ വരുന്നത്. ശരിക്കും എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. വെച്ചുകെട്ട് കണ്ടിട്ടായിരിക്കാം, എന്തോ ആയാലും ഭയങ്കരമായിട്ട് ജനസാഗരമാണ് ഇവരുടെ ഓരോ ഇനാഗ്രേഷനും നമ്മൾ കാണുന്നത്. പക്ഷെ അന്നത്തെ ആ പാലക്കാടത്തെ ആ ഒരു ഇനാഗ്രേഷൻ അതെന്ന് പറഞ്ഞാൽ ശരിക്കും സ്കൂൾ കുട്ടികൾ മാത്രമാണുള്ളത്. അത് ക്യാഷ് കൊടുത്ത് തന്നെ കുട്ടികളെ ഇറക്കിയതാണെന്നുള്ളത് കൺഫേം ആവുകയും ചെയ്തിട്ടുണ്ട്. ഹണി റോസ് ഷാർജയിൽ ഇനാഗ്രേഷന് പോകുന്നു എന്നും പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഫേസ്ബുക്കിലും ഒക്കെ ഇൻസ്റ്റയിലും ഒക്കെ പോസ്റ്റ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസ്റ്റ് കണ്ടിട്ടെങ്കിലും ആരെങ്കിലും ചെല്ലട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം അങ്ങനെയുള്ള പോസ്റ്റുകൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും ഈ പോസ്റ്റ് ചെയ്ത് അതിനിടയിൽ കുറെ നെഗറ്റീവുകളൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പൊ ആ പോസ്റ്റ് അവിടെ കാണുന്നില്ല, പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ടാകും. അങ്ങനെ ഈ ഷാർജയിൽ ഇനാഗ്രേഷന് പോയ ഒരു വീഡിയോസ് ആണ് ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ വീഡിയോസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹണി റോസ് ഷാർജയിൽ ഇനാഗ്രേഷന് ചെന്നപ്പോൾ ഒരുപാട് പ്രവാസി മലയാളികൾ ഉണ്ടായിരുന്നു. ഒരുപാട് ജനസാഗരമായിരുന്നു. തിക്കും തിരക്കും ഒക്കെ ആയിട്ട് ഒരുപാട് ജനസാഗരം തന്നെ ഉണ്ടായിരുന്നു. ഹണി റോസിന്റെ വസ്ത്രധാരണം കണ്ടാൽ അറിയാം അവർക്ക് മാറാനൊന്നും യാതൊരു ഉദ്ദേശവും ഇല്ല. നിങ്ങൾ ഇനി എന്നെ തല്ലിക്കൊന്നാലും ഞാൻ ഇനി മാറത്തില്ല, എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ ധരിക്കും എന്നും പറഞ്ഞിട്ടാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അവരാ കാണിച്ചു കൂട്ടുന്നത്. ഇത്രമേ പ്രശ്നങ്ങൾ ഇത്രമേ നെഗറ്റീവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അതുപോലെ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇപ്പൊ പോയിരിക്കുന്നത്. അപ്പൊ അവര് ചിന്തിക്കുന്നുണ്ടാവും, കേരളത്തിലല്ലേ എനിക്ക് പ്രശ്നമുള്ളു, കേരളത്തിലല്ലേ എനിക്ക് ഇതുപോലത്തെ ഡ്രസ്സ് ഇടാൻ പറ്റാതിരിക്കുന്നുള്ളു, പുറത്തോട്ടൊക്കെ പോകുമ്പം എനിക്ക് എന്തുകൊണ്ട് ഇത് ഇട്ടുകൂടാം എന്ന് കരുതിയിട്ടായിരിക്കാം അതും ഇട്ടുകൊണ്ട് അങ്ങ് പോയത്. ഇത്രയുമേ ജനസാഗരത്തിന്റെ ഇടയ്ക്കില് ഈ ഒരുമാതിരി ഡ്രസ്സും ഒക്കെ ഇട്ടുകൊണ്ട് ഒരു ഉളുപ്പെന്ന് പറയുന്ന സാധനം ഇല്ലേ, അത് തീരെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കും അവർക്ക് കംഫർട്ടായിട്ട് അവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം, പക്ഷെ അത് കാണുന്നവർക്ക് അത് തോന്നുന്നില്ല. ആൾക്കാരെല്ലാം നോക്കുന്നത് അവളുടെ ശരീരമാണ് നോക്കുന്നത്. സാധാരണ രീതിയിൽ ഹണി റോസിന്റെ ഉദ്ഘാടനം കാണാൻ വരുന്നത് അവളുടെ സൗന്ദര്യം കാണാനും അവളുടെ വെച്ചുകെട്ട് കാണാനും അവളുടെ ഡ്രസ്സ് ഒന്നും ഇടാതെ ഉള്ള ആ ഒരു ഷേപ്പ് കാണാനും ഒക്കെ തന്നെയാണ് ഈ ആൾക്കാരെല്ലാം തിങ്ങിക്കൂടുന്നത്. അല്ലാന്ന് പറയാൻ പറ്റത്തില്ല, അവളുടെ ശരീരവടിവ് കാണാൻ തന്നെയാണ് ഈ ആൾക്കാരെല്ലാം വരുന്നത്. എന്നാൽ ഇത്തവണ ശരിക്കും ജോലിയുള്ള ആൾക്കാർ പോലും ജോലികൾ വരെ മാറ്റിവെച്ചിട്ട് ഇപ്പൊ വന്നത് അതായത് ഈ ഷാർജയിൽ ചെന്നത് എന്തിനാണെന്നൊന്ന് കണ്ടു നോക്കാം. ശരിക്കും ഹണി നാണം കെട്ട് പോയി എന്ന് പറയത്തില്ലേ, ആ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. എന്തായാലും അതൊന്ന് കണ്ടു നോക്ക്.
പ്രതീക്ഷിച്ചു കാണില്ല. ഈ ജനസാഗരമൊക്കെ കണ്ടപ്പോ മനസ്സിനുള്ളിൽ ഒരു കുളിർമയൊക്കെ വന്നതാ. എന്തായാലും കേരളത്തിലുള്ളവർക്കല്ലേ തന്നെ പുച്ഛമുള്ളത്. ഇവിടെ വന്ന് ഇത്രയും ജനസാഗരമൊക്കെ കണ്ടപ്പോ ഒരുപാട് സന്തോഷിച്ചതാണ്. പക്ഷെ അതൊരു 8ന്റെ പണിയായിരിക്കുമെന്ന് ഈ ഹണി റോസ് ഒരു സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നല്ലൊരു 8ന്റെ പണി തന്നെ കിട്ടിയിട്ടുണ്ട്. ഹണി റോസിനെ കാണാനല്ല ഇത്രയും ജനങ്ങൾ അവിടെ തിങ്ങിക്കൂടിയത്. ഹണി റോസിനെ കളിയാക്കാനാണ് ഇത്രയും ജനങ്ങൾ ജോലി പോലും മാറ്റിവെച്ചിട്ട് അവിടെ ഇത്രയും ജനസാഗരം വന്നത്. ഹണി റോസിനെ കളിയാക്കാനാണ് ഇത്രയും ജനങ്ങൾ ബോച്ച ബോച്ച എന്നും പറഞ്ഞിട്ട് വിളിക്കുന്നു. ആ ഓരോ മനുഷ്യരുടെ ആ ഒരു വിളിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓരോ മനുഷ്യരുടെയും മനസ്സിൽ, ഓരോ വ്യക്തിയുടെ മനസ്സിൽ ബോച്ചയ്ക്ക് എത്രത്തോളം ആ ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത്. ഹണി റോസ് തന്നെയാണ് അവരുടെ കരിയർ നശിപ്പിച്ചത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഈ ഡ്രസ്സിങ് തന്നെയാണ് അവരുടെ ഈ ഒരു കരിയർ മൊത്തത്തിൽ നശിച്ചത്. കാരണം ഈ ബോച്ച മാത്രമല്ല അവരെ വിമർശിച്ചത്, ഈ കേരളത്തിലെ ജനങ്ങൾ ഫുൾ അവരെ വിമർശിക്കുന്നുണ്ട്. അതായത് പുരുഷന്മാരും സ്ത്രീകളും ഒക്കെയും വിമർശിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഏറ്റുവാങ്ങാൻ ബാധ്യസ്ഥയാണ് ഈ ഹണി റോസ്. അതല്ല ആരും പറയാതിരിക്കണമെങ്കിൽ അതുപോലെ മാന്യമായിട്ടൊരു ഡ്രസ്സ് ഇട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. അതായത് ഈ ഇനാഗ്രേഷനും കാര്യങ്ങൾക്കും ഒക്കെ വരുമ്പോൾ തീർത്തും ഡ്രസ്സേ ഇല്ലാത്ത രീതിയാണ്. എവിടെങ്കിലുമൊക്കെ ഒന്ന് തൊടുവിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വരാറുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ ആരായാലും പറഞ്ഞു പോവും. എന്തിനും പരാതിയായിട്ട് ഓടുന്ന ഹണി ഇനി ഇതിനൂടെ പരാതിയായിട്ട് പോവട്ടെ. എന്റെ ഉദ്ഘാടനത്തിന് എന്റെ പേര് വിളിച്ചില്ല, ബോച്ചയുടെ പേരാണ് വിളിച്ചത്, അതുകൊണ്ട് ഇതിനും എനിക്ക് പരാതിയാണ് എന്നും പറഞ്ഞിട്ട് ഹണി ഇതിനും പോയി പരാതി കൊടുക്കട്ടെ. സ്വയം കുഴിതോണ്ടിയ ഈ ഹണി. What?